ഇപ്പോൾ ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലോഡ് ഷെഡിംഗ്. ഇല്ല, കൺട്രോളേ ഉള്ളൂ, നിയന്ത്രണമേ ഉള്ളൂ, ലോഡ് ഷെഡിംഗ് അല്ല. എന്തായാലും ഒരു ആദ്യം ഉണ്ടായിരുന്നത് അപ്രഖ്യാപിതമായിരുന്നു. ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് കറണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയതേ ഉള്ളൂ. കൂടുതൽ ഓവർലോഡ് വരുമ്പോൾ അത് നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ, അല്ലാണ്ട് ലോഡ് ഷെഡിംഗ് ഇല്ല. ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാവില്ല എന്നായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ എന്താ ഞാൻ പറയുക, നിങ്ങൾ ഈ ഉഷ്ണം കൂടുമ്പോൾ എന്താ ചെയ്യുക സാർ? നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തതല്ലേ. അതിൻ്റെ പുറത്താണ് ഗൾഫിൻ്റെ യുദ്ധം വന്നപ്പോൾ കുക്ക് മുഴുവൻ ഇലക്ട്രിസിറ്റിയിലായില്ലേ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമ്മളെ നിയന്ത്രണത്തിൽ മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അപ്രഖ്യാപിതമായിരുന്നു. ഇപ്പൊ പ്രഖ്യാപിച്ചത് അരമണിക്കൂറാക്കിയിരിക്കുകയാണ്. അല്ല, അത് എല്ലാവിടെയല്ല, ലോഡ് കൂടുതലുള്ള സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാവിടെയും കേരളം മുഴുവനുമല്ല. ഈ വൈദ്യുതി വാങ്ങുന്നതിലടക്കം പ്രതിസന്ധി നിലവിലുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? അല്ലാതെ ഉണ്ടായിരുന്നു, അവർക്ക് കിട്ടാനില്ല. ഇപ്പം ഇന്ന് ഒരു 200 മെഗാവാട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് പത്രക്കുറിപ്പിൽ അത് എല്ലാം വിശദീകരിച്ചിട്ടുണ്ട് കേട്ടോ. വലിയ പ്രതിഷേധം കഴിഞ്ഞ സമയങ്ങളുണ്ടായിരുന്നു അപ്രഖ്യാപിതമായി കറണ്ട് പോയ സമയത്ത്. അതെ, പ്രതിഷേധം പ്രകൃതിയോടല്ലേ ചെയ്യേണ്ടത്. പ്രകൃതി ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? നമ്മളാരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഗൾഫ് വാർ വരുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ഗൾഫ് വാർ വന്നപ്പോൾ ഉണ്ടാകുന്ന പാചകം മുഴുവൻ ഇതിലേക്ക് ഇലക്ട്രിസിറ്റിയിലേക്ക് മാറിയില്ലേ. അതും പീക്ക് അവറിലല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ പകൽ എക്സസ് ഉണ്ട് നമുക്ക്. ഇങ്ങനെ ഒരു നിയന്ത്രണത്തിലേക്ക് കടക്കുന്നതിൽ ഈ വൈദ്യുതി കിട്ടാത്തതും ഒരു പ്രശ്നമാണോ? വൈദ്യുതി ഇന്ത്യ മുഴുവൻ ക്രൈസിസിലേക്കാണ്, അല്ലാണ്ട് കേരളം മുഴുവനല്ല. ഇന്ത്യ മുഴുവൻ ക്രൈസിസിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾക്കത് മാറി വെക്കാൻ പറ്റുമോ? ഒരു നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലേക്ക് എത്തിയില്ലേ നിയന്ത്രിക്കാതെ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ ചിലപ്പോൾ നിയന്ത്രണം ഇന്നത്തോടുകൂടി ചിലപ്പോൾ അവസാനിക്കും. ഇന്ന് മഴ പെയ്തപ്പോൾ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ചിലർ അവസാനിക്കുന്നതാണോ? അല്ല, ഇന്ന് ഒരു മഴ പെയ്താൽ തീർച്ചയായിട്ടും അവസാനിക്കുമല്ലോ. ഇന്ന് പലയിടത്തും മഴ പെയ്തതായി കേൾക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ഗുണം വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിയന്ത്രണം ഒഴിവാക്കാൻ കഴിയുമോ? അതെ, മഴ നന്നായിട്ട് പെയ്തിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. നിലവിലെ സാഹചര്യത്തിൽ നിയന്ത്രണം തുടരും അല്ലേ? നിലവിലുള്ള സാഹചര്യത്തിൽ നിയന്ത്രണം ഉണ്ടാവും.